Hi friends, welcome to St. Mary's Learning Academy 790-724-1846 9497489746. സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കേറ്റഡ് PSC ഫിസിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ നടന്നു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC നടത്താൻ പോകുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ പരീക്ഷയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ സിലബസ്. ഈ സിലബസിൻ്റെ അകത്ത് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് GK കറണ്ട് അഫയേഴ്സ് റിനേസൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം. അത് 20 മാർക്കിനാണ് ആ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സബ്ജക്റ്റിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്തു നിന്നും 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് പരീക്ഷ വരുന്നത്. നമുക്ക് ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ. അപ്പം പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റിനേസൻസ് അത് ഉൾക്കൊള്ളുന്നതാണ്. 20 മാർക്കാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ബോത്ത് അറ്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ്, ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫൈനാൻഷ്യൽ, പിന്നെ സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, എമർജൻസി പ്രൊവിഷൻസ്, അമെൻമെൻറ്റ് പ്രൊവിഷൻസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് പബ്ലിക് കമ്മീഷൻ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പം ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ്, ഇൻഫർമേഷൻ ആക്ട്, അതുപോലെ തന്നെ അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയൺമെൻറ്റൽ ആക്ട്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, ബ്ലഡ് ഡൊണേഷൻസ്, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ കൂടാതെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റിനേസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്സ്. നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നത്. അതുപോലെ തന്നെ റിനേസൻസ് ഫേമസ് ലീഡേഴ്സ് അവരെക്കുറിച്ചൊക്കെയുള്ള അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യ ഭാഗത്ത് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, ഇപ്പോൾ മിഷണറി ഓർഗനൈസേഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രിൻറ്റിംഗ് പ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എഫേർട്സ് ടു റിഫോം ദി സൊസൈറ്റി, അതിൻ്റെ അത് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. SNDP, യോഗം, നായർ സർവീസ് സൊസൈറ്റി, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, ബാലസമുദായ സഭ, അങ്ങനെയുള്ള സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, PRDS, സഹോദര പ്രസ്ഥാനം, അങ്ങനെയുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, അപ്പർ ക്ലോത്ത് റിവോൾട്ട്, ചാന്നാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ, പാലിയം സത്യാഗ്രഹ, അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലബാർ റയോട്ട്സ്, അങ്ങനെയുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ പ്രസിൻ്റെ പങ്കാളിത്തം, റോൾ ഓഫ് പ്രസ് ഇൻ റിനേസൻസ്, അതിൻ്റെ അത് പത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, മലയാള മനോരമ, ഭാഷാഭൂഷണി, മാതൃഭൂമി, കേരള കൗമുദി, കേസരി, അല്ലമീൻ, ദീപിക, അങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ അവേക്കണിങ് ത്രൂ ലിറ്ററേച്ചർ, സാഹിത്യം അരങ്ങുമായിട്ട് ബന്ധപ്പെട്ട നോവൽ, ഡ്രാമ, പോയട്രി, അങ്ങനെയുള്ള. പിന്നെ ലൈബ്രറി മൂവ്മെൻറ്റ്, വുമൺ ആൻഡ് സോഷ്യോ ചേഞ്ച്, അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സിൽ, അതും ചോദ്യമായിട്ട് ചോദിക്കാം. AV കുട്ടിമാളു അമ്മ, ആര്യ പള്ളം, അങ്ങനെയുള്ള പാർവതി, അന്നാചാണ്ടി, ലളിതാംബിക അന്തർജനം,
പിന്നെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, നവോത്ഥാന നായകന്മാർ തൈക്കാട് അയ്യാം, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പിന്നെ അതുപോലെ തന്നെ വാഗ്ഭടാനന്ദ, പൊയ്കയിൽ യോഹന്നാന്, അങ്ങനെയുള്ള സഹോദരൻ അയ്യപ്പന്, പണ്ഡിറ്റ് കറുപ്പന്, പാമ്പാടി ജോൺ ജോസഫ്, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടാതിരിപ്പാട്, ബ്ലസ്ഡ് ഏലിയാസ് കുര്യാക്കോസ് ചാവറ, ബാരിസ്റ്റർ GK പിള്ള, അതുപോലെയുള്ള നവോത്ഥാന നായകന്മാർ, അവരും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ലിറ്റററി ഫിഗേഴ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. കേരളവർമ്മ, വലിയ കോയി തമ്പുരാന്, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാന്, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വര അയ്യർ, G ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ ചന്തു മേനോന്, വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെയുള്ള തകഴി ശിവശങ്കരപിള്ള, പൊൻകുന്നം വർക്കി, SK പൊറ്റക്കാട്, ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ പാർട്ട് 1 നിന്ന് GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്, ഈ ഭാഗത്ത് നിന്ന് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷകൾക്ക് വരുന്നത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹൈസ്കൂളിൻ്റെ. ഇനി അടുത്ത പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഭാഗം തന്നെയാണ് വരുന്നത്. 80 മാർക്കിനാണ് ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. ഇന്ത്യയുടെ കായിക വിദ്യാഭ്യാസം, കായിക വികസനം, കായിക അധ്യാപനം എന്നിവയുടെ ചരിത്രം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. വികസിത സമൂഹത്തിൽ കായിക വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം, ആവശ്യകത, കായിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, റോമിലെ, സ്പാർട്ട, ഏതൻസ്, ജർമ്മനി, സ്വീഡൻ, ഡെൻമാർക്ക്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ കായിക വിദ്യാഭ്യാസത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്, പിന്നെ പ്രധാനപ്പെട്ട കായിക മത്സരങ്ങൾ, അവയുടെ പ്രചാരണം, ഘടനാരൂപം, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അന്തർദേശീയ സംഘടനകൾ, മത്സരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകൾ, കായിക വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഗെയിംസുകളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്, നാഷണൽ ഡിസിപ്ലിൻ സ്കീം, നാഷണൽ ഫിറ്റ്നസ് സ്കോർ, നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ഡ്രൈവ്, അങ്ങനെയുള്ള ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് സ്പോർട്സ്, സ്പോർട്സ് അതോറിറ്റി, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. കായിക അധ്യാപന പരിശീലന സ്ഥാപനങ്ങൾ, പാഠ്യപദ്ധതികൾ, പൊതുവിദ്യാഭ്യാസ അധ്യാപനവും പാഠ്യപദ്ധതികളും, അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ, ചുമതല, പിന്നെ കുട്ടികളുടെ വളർച്ചാഘട്ടം, വിവിധ വളർച്ചാഘട്ടത്തിലെ കായിക മനഃശാസ്ത്രം, അങ്ങനെ പ്രൈമറി വിദ്യാഭ്യാസ കാലത്തും സെക്കൻഡറി വിദ്യാഭ്യാസ കാലത്തും വളർച്ചാഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഓരോ വളർച്ചാഘട്ടത്തിലും ശാരീരിക ശാസ്ത്രപരമായും കായികവും വൈകാരികവും ബൗദ്ധികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള സവിശേഷതകൾ, അങ്ങനെ ശാരീരികമായ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കായിക വിദ്യാഭ്യാസ പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കായിക മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മനഃശാസ്ത്രം, അതിൻ്റെ നിർവചനം, കായിക വിനോദങ്ങളിൽ ശിശു മനഃശാസ്ത്രത്തിൻ്റെ സ്വഭാവം, പങ്ക്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. കായിക പഠന വൈദഗ്ധ്യത്തിന് വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ, സന്നദ്ധത, സമ്മതം, താല്പര്യം, ഉത്സാഹം, അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസത്തിലെ ഗ്രൂപ്പിനുള്ള പ്രാധാന്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മോട്ടിവേഷന്, പ്രോത്സാഹനത്തിനുള്ള പങ്ക്, തോൽവിയിലും മൂലം സ്റ്റിമുലസ് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരാം. പിന്നെ മൂന്നാമത്തെ ഭാഗത്ത് വരുന്ന ശരീരഘടനാ ശാസ്ത്രവും കായിക മത്സരങ്ങളിലും കായിക വിനോദങ്ങളിലും ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകളും അവയുടെ പ്രാഥമിക ശുശ്രൂഷയും, ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പരിക്കുകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ ശരീരഘടനാശാസ്ത്രം, ഹ്യൂമൻ ബോഡി, ശരീരഘടനാശാസ്ത്രം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ സംയുക്ത കോശങ്ങൾ, അവയുടെ ധർമ്മം, രക്തപര്യന വ്യവസ്ഥ, അതുപോലെ തന്നെ ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുത്പാദന വ്യവസ്ഥ, അന്തരസ്രാവി വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, പേശി വ്യവസ്ഥ, പ്രത്യേകിച്ച് അസ്ഥി പേശി വ്യവസ്ഥകളെ കുറിച്ചുള്ള അറിവ് അതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ അസ്ഥിവ്യൂഹം, അസ്ഥിയുടെ ഘടന, അസ്ഥികളുടെ ധർമ്മം, പിന്നെ സന്ധി നിർവചനം, ഘടന, വിവിധതരം സന്ധികൾ, ധർമ്മം എന്താണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള പേശീവ്യൂഹം, പേശികളുടെ ഘടന, സ്വഭാവം, പിന്നെ അതുപോലെ തന്നെ പേശികളുടെ പ്രവർത്തനം, ധർമ്മം, പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ്സ്, സ്തംഭനം, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, മുറിവ്, ചതവ്, ഒടിവ്, തീപിടുത്ത അപകടങ്ങൾ, ഉളുക്ക്, അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് എയ്ഡ്സ് എന്തൊക്കെയാണ്,
പിന്നെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചതവുകൾ, ഉളുക്കുകൾ എന്തൊക്കെയാണ്? ഹീറ്റ്, കോൾഡ്, അൾട്രാ വയലറ്റ് റേസ് മുതലായവ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട തത്വങ്ങൾ, ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് കായിക വിദ്യാഭ്യാസത്തിൻ്റെയും കളികളുടെയും രൂപീകരണവും നടത്തിപ്പുമാണ്. ഓർഗനൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ്, കായിക വിദ്യാഭ്യാസത്തിനും കളികൾക്കും പൊതുവിദ്യാഭ്യാസത്തിനുമുള്ള പ്രാധാന്യം, വിവിധ പദ്ധതികൾ, പിന്നെ അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസ പദ്ധതികളുടെ ഉദ്ദേശം എന്താണ്, കായിക വിദ്യാഭ്യാസത്തിൻ്റെ മത്സരങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി ഇപ്പോഴുള്ള നടത്തിപ്പിലെ പോരായ്മകളും നിർദ്ദേശങ്ങളിലും, പിന്നെ കായിക അധ്യാപകരുടെ യോഗ്യത, പരിശീലനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, കായിക സാമഗ്രികളുടെ ആവശ്യകത, പ്രാധാന്യം, അവയുടെ ശ്രദ്ധയും സംരക്ഷണവും, നിലവാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ മത്സര പരമ്പരകളും മത്സരങ്ങളും, പലതരത്തിലുള്ള മത്സര പരമ്പരകൾ, നോക്കൗട്ട്, എലിമിനേഷൻ, ലീഗ്, റൗണ്ട് റോബിന്, കോമ്പിനേഷൻ, സ്കൂൾ തല മത്സരങ്ങൾ, വിവിധ പരീക്ഷണോപാധികളും മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുമായിട്ടുള്ള പരീക്ഷണോപാധികൾ നിർണ്ണയിക്കുന്ന വിധവും രീതികളും, ഇതൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് കായിക അധ്യാപനവും വിവിധ കായിക പരിശീലന രീതികളുമാണ്. അതിൻ്റെ അകത്ത് ആദ്യ ഭാഗത്ത് അധ്യാപനമാണ് വരുന്നത്. കായിക പ്രവർത്തനങ്ങളിലും കളികളിലും വേണ്ട അധ്യാപന തത്വങ്ങൾ, കായിക വിദ്യാഭ്യാസ അധ്യാപന രീതികൾ, അങ്ങനെയുള്ള ജിംനാസ്റ്റിക്സ്, മൈനർ ഗെയിംസ്, മേജർ ഗെയിംസ്. പിന്നെ അടുത്ത ഭാഗത്ത് ലെസൺ പ്ലാനിംഗ് ആണ് വരുന്നത്. കായിക വിദ്യാഭ്യാസ അധ്യയനം, വ്യത്യസ്ത അധ്യയന ഭാഗങ്ങൾ, ഉപക്രമീകരണം, അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ കോച്ചിങ് അധ്യയനം, കായിക വിദ്യാഭ്യാസങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള വ്യായാമം, പൊതുവായും പ്രത്യേകമായും അങ്ങനെയുള്ളത്, ടെക്നിക്സ് ആൻഡ് ടാക്ടിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പിന്നെ കായിക പരിശീലനം, അതിൻ്റെ അകത്ത് സ്പോർട്സ് ട്രെയിനിങ് ആണ് വരുന്നത്. കായിക പരിശീലനത്തിലെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ, അവയുടെ സവിശേഷതകൾ, പ്രത്യേക പ്രാഗൽഭ്യം, അതുപോലെ തന്നെ സ്പോർട്സ് ടാലൻറ്റ്, ഉയർന്ന കായിക നിലവാരത്തിലെത്താൻ പ്രത്യേക പ്രാഗൽഭ്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കൽ, അവരുടെ പരിശീലനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതുവായ വ്യായാമം, പ്രത്യേക വ്യായാമം, മത്സരങ്ങൾക്കായുള്ള വ്യായാമം, അവയുടെ സവിശേഷതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അടുത്ത കായിക പരിശീലന രീതികൾ, അതായത് ഫാൾലെക്ക്, ഇൻ്റർവെൽ ട്രെയിനിങ്, സർക്യൂട്ട് ട്രെയിനിങ്, സ്റ്റേഷൻ ട്രെയിനിങ്, അതുപോലെ തന്നെ ടാക്ടിക്കൽ ട്രെയിനിങ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ആറാമത്തെ ഭാഗം എന്ന് പറയുന്നത് കളികളുടെ മേൽനോട്ടവും നിയന്ത്രണവും അതുപോലെ തന്നെ ചുമതലകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കളികളുടെ നിയന്ത്രണം, ചുമതലകൾ, പ്രധാന തത്വങ്ങൾ, അതുപോലെ തന്നെ നിയമങ്ങളുടെ അറിവും അവയുടെ വ്യാഖ്യാനവും, മത്സരങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോഴും അതിനുശേഷവും അനുവർത്തിക്കേണ്ട ചുമതലകൾ, അധികാരം, കോച്ചിൻ്റെയും കളിക്കാരുടെയും കാണികളുടെയും മേൽ നടപ്പാക്കേണ്ട ചുമതലകൾ, അതുപോലെ തന്നെ മത്സരങ്ങൾക്ക് യോഗ്യമായ വിധത്തിൽ കളിസ്ഥലങ്ങളുടെ രൂപകൽപ്പന, ഇതിന് വേണ്ട അറിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ഇത് കൂടാതെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റീസെൻ്റ് ഇഷ്യൂസ്, അങ്ങനെയുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ചേർന്ന് പോകുന്ന ചോദ്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമുക്ക് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് നിന്നും നമ്മളോട് ചോദിക്കുന്നത് ഹൈസ്കൂൾ പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ 80 മാർക്കും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആ ഭാഗത്തു നിന്നും നല്ല സ്കോർ ലഭിച്ചെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുൻപന്തിയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിവിധ മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.